ഹേ ഗൈസ്, എനിക്കാണെങ്കിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാനുണ്ടായിട്ട് ഞാനൊന്ന് പയ്യോളി പോകാൻ കേട്ടോ. അപ്പം ഞാനും നിക്കും ഏച്ചിയും കൂടിയാണ് പയ്യോളി പോകുന്നത്. സ്റ്റോപ്പിലെത്തിയ ഉടനെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഓട്ടോ കിട്ടിയിട്ടോ. അങ്ങനെ ഓട്ടോയിൽ കയറി ഞാൻ പയ്യോളി എത്തി. ആദ്യം ഞാൻ പോയത് ആൻഡ് ഫാഷൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽസൊക്കെ കിട്ടുന്ന പയ്യോളിയുള്ള ഒരു ഷോപ്പുണ്ട്, അടുത്തേക്കാണ് പോയത്. എനിക്കാണെങ്കിൽ മെയിനായിട്ട് വേണ്ടിയിട്ടുണ്ടായിരുന്നത് ഒരു അത്യാവശ്യം ലെങ്ത്തൊക്കെയുള്ള ഒരു ബ്ലൂ കളർ ഷാള്. അതായത് എൻ്റെ കയ്യിലൊരു സാരി ഉണ്ട്. അപ്പോൾ ആ സാരി ഞാൻ ധാവണയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു ഷാളാണ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഒരു ലൈനിങ് മെറ്റീരിയലും വേണമായിരുന്നു. ഷാൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം ലൈനിങ് മെറ്റീരിയൽ വാങ്ങിയാൽ മതി എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഷാൾ ഉണ്ടെങ്കിൽ അത് ധാവണി സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ഷാളാണ് നോക്കിയത്. പക്ഷേ എനിക്ക് ഇവിടുന്ന് ഷാൾ കിട്ടിയില്ല കേട്ടോ. അത്യാവശ്യം എല്ലാ കളറും എല്ലാ മോഡലും തുണി അവിടെ ഉണ്ടാകുന്നതാണ്. പക്ഷെ എൻ്റെത് ആ ഒരു കളർ മാത്രം എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ നേരെ പുതുമ എന്ന് പറയുന്ന പയ്യോളി തന്നെയുള്ള ഒരു ടെക്സ്റ്റൈൽസിൽ പോയിട്ടു. അപ്പോൾ ആടെയും നോക്കി, പക്ഷേ ഒട്ടും മേച്ച് ചെയ്യുന്നുണ്ടായില്ല അവിടെ ഉള്ളത്. അങ്ങനെ പയ്യോളിയുള്ള ഒട്ടുമിക്ക ഷോപ്പിലും കയറി ഇറങ്ങി ഏടൊന്നും എനിക്ക് ആ മേച്ച് ചെയ്യുന്ന കളർ കിട്ടിയില്ല. അവസാനം അതുല്യ വെഡിങ്ങിൽ പോയി കറക്റ്റ് കളർ അല്ലെങ്കിലും അവസാനം ഒപ്പിച്ച് ഞാനതും എടുത്തു. പിന്നെ അവിടെ നിന്ന് തന്നെ ലൈനിങ് കൊടുത്തു. പിന്നെ ഇയാൾ നേരെ പോയിട്ട് ഫാൻസി കടയിലാണ് കേട്ടോ. അപ്പോൾ ഫാൻസിൻ്റെ പേര് ഞാൻ ഓർക്കുന്നത്. ചേച്ചിക്കാണെങ്കിൽ വളയൊക്കെ വാങ്ങാനുണ്ടായിന്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ കോട്ടയ്ക്കലിൽ പോയിട്ട് ഒരു സോപ്പ് വാങ്ങാനുണ്ടായിന്. അപ്പം ഞങ്ങൾ ലേറ്റ് ആയത് കാരണം അത് അടച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇയാൾ നേരെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ പയ്യോളി മൊത്തം കറങ്ങി തിരിഞ്ഞ് ഞാളിതപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വൈകുന്നേരം ഒരു 4 മണിക്ക് ഇവിടുന്ന് പോയിക്ക് ഇപ്പോൾ ഒരു 7:30 ആവാനായിട്ടുണ്ട്. ഇപ്പോഴാണ് എത്തിയത്. അപ്പം വിചാരിക്കും എന്തൊക്കെ സാധനം അതിന് മാത്രം ഇത്രയും ടൈം എടുത്ത് വാങ്ങിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനൊന്നും വാങ്ങിയിട്ടില്ല. വെറും ഒരു കുഞ്ഞു സാധനത്തിന് വേണ്ടിയിട്ട് ആണ് പോയത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഒരു കളർ എവിടെയും കിട്ടിയില്ല. അതുകൊണ്ട് ഇനി പയ്യോളി ഒരു സ്ഥലം ബാക്കിയില്ല, ഒരു ഷോപ്പ് ബാക്കിയില്ല. എല്ലായിടത്തും കയറി അവസാനം ഒരു ഒപ്പിക്കബിൾ എന്നുള്ള മട്ടിലൊന്ന് കിട്ടി. അപ്പോൾ ഞാനത് എടുത്തു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ 2 സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പയ്യോളി മൊത്തം കിടന്ന് കറങ്ങിയത് കേട്ടോ. ഞാൻ മീഷോന്ന് കുറേ മുന്നേ വാങ്ങിയിട്ടുള്ളൊരു സാരിയാണ്. അപ്പം ഞാനിത് ഒരു തവണയെങ്ങാനും ഉടുത്തിക്കുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ച് ഇത് ധാവണിയാക്കി മാറ്റാമെന്ന്. അപ്പം ധാവണിയാക്കുമ്പോൾ ഈ ഒരു ബ്ലൂ കളറുള്ള ഷാളാണ് അതിന് ഞാൻ വിചാരിച്ചത്. അപ്പം ഈ ഒരു ഷാള് തപ്പിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ ഞാൻ കുറേ സ്ഥലത്ത് നോക്കി കേട്ടോ. എവിടെയും ഈ ഒരു കറക്റ്റ് മേച്ച് കളർ എനിക്ക് കിട്ടിയില്ലേ. അവസാനം തമ്മിൽ ഭേദം തൊമ്മെന്ന് പറഞ്ഞതിലോട്ട് ഞാൻ ഒന്ന് എടുത്ത് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും. കേട്ടാ.